വെൽക്കം ബാക്ക് ടു സൈലൻസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ മൈ ലൈഫാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഡേ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പകുതി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? വൈകുന്നേരം വരെ വൈകുന്നേരം തുടങ്ങിയ ദിവസം വൈകുന്നേരം വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് നാളെ വൈകുന്നേരം വരെയാണ് നമ്മൾ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് മേലെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം റെഡിയായി ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ടിന് വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിന് വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ വൈകിട്ട് ചായയും ഇപ്പിയുമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കണം. അപ്പം അതിന് മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഞങ്ങൾ കാണിച്ച് പരിചയപ്പെടുത്തി. ഗൈസ് ഇങ്ങോട്ട് വരില്ല. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് ഒരു റോഡ് പോലെ ഉണ്ടാവും. ഇതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വേറൊരിതാണ്. ഇവിടുന്ന് ഇതാണ് തെക്കെന്ന് പറയുന്നത്, ഇതാണ് വടക്കെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പൂന്തോട്ടമൊന്നുമല്ല, നമ്മൾ ചുമ്മാ വെച്ചിട്ടിച്ചാണ്. അപ്പോൾ ഓള് വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് ചോദിച്ചിട്ട് വരാവേ ഗൈസ്. അപ്പം ഓള് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ചുമ്മാണ് ഗൈസ്, ഞാൻ ഉണ്ടെന്ന് പറയുന്നത്. ഇതൊന്നും വിശ്വസിക്കില്ല. ഈ വീഡിയോക്കകത്ത് ഓളെ ഞാൻ കൂട്ടിയില്ല കേട്ടോ, ഇല്ലെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോക്കകത്ത് കൂട്ടത്തില്ലേ. കൂട്ടണമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വൈകിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം രാത്രി വരെയാണ് ചെയ്യുന്നത്. പറ്റുമോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ചെയ്യാൻ പറ്റുന്ന എത്ര ഞാൻ ചെയ്യാം. ഇപ്പിയും കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാനിപ്പം ചായ എല്ലാം റെഡിയായി. ഇനി ഇപ്പി റെഡിയാക്കണം കേട്ടോ. ഇപ്പിയാണിത് വലിയ പാക്കറ്റാണ് വാങ്ങിയത് കേട്ടോ. വലിയ പാക്കറ്റാണ് ഇപ്പി വാങ്ങിയത്. എൻ്റെ തലേനെക്കാട്ടി വലിയൊരു പാക്കറ്റാണ് ഗൈസ് വാങ്ങിയത്. ഇത് ഇപ്പിയാണ്. ഒരു പാക്കറ്റ് 6 ഉണ്ട്. N61 പാക്കാണ് കേട്ടോ. അപ്പം മാജിക് മസാല എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അപ്പം ഇപ്പിയാണിത്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് കാണാവേ. ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ കാണാം. ചായ ഇവിടെ റെഡിയായി പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചായ റെഡിയായിരുന്നു കേട്ടോ. ചായ വീഡിയോയിൽ നല്ല വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല കടുപ്പുള്ള ചായയാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം എനിക്കിത് കുടിക്കാം കേട്ടോ. ടേസ്റ്റ് വേണ്ടി ഞാൻ പറഞ്ഞത് ഒരു സ്റ്റാറെന്ന് പറഞ്ഞു തരാം കേട്ടോ. കുടിച്ച് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല പാടാണ് കുടിക്കാൻ. ഞങ്ങൾക്കൊക്കെ പൊള്ളുന്ന ഒരവസ്ഥയാണ്. കുടിച്ചിട്ട് കാണാവേ. അപ്പം ഗൈസ്, അമ്മ ചായ തിളപ്പിച്ചൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇപ്പം അമ്മ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ചായ കുടിക്കാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചായ തണുത്തു. അതുകൊണ്ട് പറഞ്ഞ് ചായ കുടിക്കൂ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എവിടെ വലിഞ്ഞ് കയറുന്നതെന്നോ. ഇതെൻ്റെ അമ്മേ, ഇതുണ്ടോ ഈ ഗ്രാവലിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ. അമ്മേ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നേരത്തെ വേറൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ വീട് വെക്കുക. അമ്മയുടെ വീട് പണിയാണ്. അപ്പം ഇവിടെ ഗ്രാവൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെയും ഇറക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തും ആ ഭാഗത്തും മണ്ണ് ഇറക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാവൽ ഇറക്കാനാണെങ്കിൽ ഇവിടെയും പിന്നെ ഇവിടെയും ഈ 3 ഇതിലും ഗ്രാവലാണ് ഇറക്കുന്നത്. 3 ഇതിലല്ല, ഈ ഒരു സംഭവം ഇത് നിറച്ച് കേട്ടോ, നിറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഇതെന്ന് പറയുന്നത് ബാത്റൂമാണ്. ഇത് ബാത്റൂമിലോട്ട് കയറുന്നതായിട്ട്. അപ്പം ബാത്റൂമിലോട്ട് കയറുന്നതായിട്ട് വന്നിട്ട് ഇവിടെ ഒരു റൂമ്, പിന്നെ ഇപ്പുറത്തെ സൈഡ് കാണിച്ചില്ല, ഇവിടെയും ഒരു റൂമും.
പിന്നെ ഇതൊരു വലിയ ഹാളാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കിച്ചണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങ് തിണ്ണ പോലെ ആക്കും കേട്ടോ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് എൻ്റെ പുൽക്കൂടി ഇരിക്കുന്നത്. ഇതിനുള്ളിൽ ഇങ്ങനെയാണുള്ളത്. ഇതിനുള്ളിൽ കാണാമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയായിട്ടുള്ളതും ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ഫോൺ വെച്ചാണ് എടുക്കുന്നത്. മെഡിൽസൊക്കെ ഇപ്പം ഉണ്ടാക്കിയത് ഇപ്പം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നല്ലറിയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, അമ്മനെ വിളിച്ചാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കുറയുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് 83 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിരുന്നു. അപ്പം 80 4 പേര് കുറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പം അത് എന്താണെന്നും കൂടെ ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ ഈ കൈ കണ്ടു, ഈ കൈ മുറിവുണ്ടായിരുന്നു കേട്ടോ. പരണ്ട ഇളകിപ്പോയതാണ് കേട്ടോ. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൂടെ വന്നപ്പം കാലങ്ങ് സ്ലിപ്പായി. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീണതാണ്. ഡെയിമ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഞാൻ കളിച്ച് നടക്കുന്ന സമയം കിട്ടും. പിന്നെ രാത്രിയാകുമ്പം കുറച്ച് നേരം പഠിക്കും കേട്ടോ. കുറച്ച് നേരം ഒരു 6 മണിക്കല്ല, ഒരു 7 മണി തൊട്ട് 7:30 വരെ 6 മണിക്കൂർ പഠിക്കുക. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പഠിക്കാറ്. രാത്രിയിലാണ്. എന്നാലും ഒരു പഠിച്ച തലയിലോട്ട് കയറുള്ളൂ. എൻ്റെ തലയിൽ കയറത്തുള്ളൂ, രാത്രിയിലെ കയറത്തുള്ളൂ. രാവിലെ പഠിച്ചൊന്നും കയറത്തില്ല കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ ഒരു 10 മണിക്ക് പഠിച്ചതൊന്നും കയറത്തില്ല. വെളുപ്പിന് പഠിച്ചാലും കയറും, രാത്രി പഠിച്ചാലും ഇത്രയുള്ള. ഓള് അവിടെയോ പോയി. ഓളെ വിളിച്ചാലോ? ഓളെ ഞാൻ കൊച്ചുവെണ്ണയെന്നാണ് കേട്ടോ വിളിക്കുന്നത്. അമ്മ പറഞ്ഞ അങ്ങനെ വിളിക്കല്, കൊച്ചുവെന്ന് വിളിച്ചാൽ മതി. നമുക്ക് കൊച്ചുവെന്ന് വിളിച്ച് നോക്കാതെ. കൊച്ചു നീ വന്നേ. എസ് വരുന്നില്ല. കൊച്ചൂന്ന് വാ. നമുക്ക് ഇവിടെ കോഴികളുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. കൂട്ടിലില്ലാണ്ട് കാണാൻ പറ്റില്ല. അതെ, കൂട്ടിലാണ് കോഴികൾ മിക്കവാറും. അപ്പോൾ ഞാനിപ്പോൾ പറയുക, ഇങ്ങനെ ഞാൻ ഇപ്പം ഞാൻ വീണേനെ, ഇപ്പം അടിച്ചല്ലി വീണേനെ. എൻ്റെ പരിപാടി ഇതിലൂടെ ഓടി നടക്കുന്നതാണ്. ഒരു വട്ടം ഇങ്ങനെ പോരാണ്, അതുകൊണ്ടാണ് കേട്ടോ ഓടിയത്. പിന്നെ ഞാൻ ഈ രാവിലെ കൊണ്ടേക്ക് വെച്ച് നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീടാണ് കേട്ടോ. ബന്ധു എന്നൊക്കെ പറയാം. സ്വന്തം അടുപ്പൊക്കെ അച്ഛൻ്റെ ചേട്ടനല്ല, അറിയില്ല. അമ്മയുടെ അമ്മയും ചേച്ചിയാണ് കേട്ടോ അവിടുത്തെ അമ്മ. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആദിത, അമ്മു എന്നൊക്കെ പറയുന്നത്. ആദ്യമെന്ന് 2 വിളിക്കും, അമ്മൂന്ന് വീഡിയോ വിളിക്കും. ആ ഫ്രണ്ട് എൻ്റെ ബന്ധുവാണ് കേട്ടോ. പറയേണ്ട കാരണം, ഞാനിപ്പം എൻ്റെ ബന്ധുവിൻ്റെ കാര്യം ഇവിടെ വീടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം മറ്റേ ബന്ധുവിൻ്റെ കാര്യം, ആ ഫ്രണ്ട് എൻ്റെ ബന്ധുവാണ്. അതാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ മോള്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണത്. അപ്പം ഞങ്ങൾ ബന്ധുക്കാരാണ്. അപ്പോൾ അത് പറയാനില്ല. എൻ്റെ ഇമെയിലേക്ക് പറഞ്ഞാൽ ഇതുണ്ട്, പുളിയിലയാണ്. ഇത് ഇല്ലേ, തിന്നെന്ന് വെച്ചത് ഇങ്ങനെ കടിച്ച് ചവയ്ക്കും. എന്നിട്ട് ഇതിനുള്ളിൽ പുളിയുടെ ഒരു പുളി പറഞ്ഞ അത് തിന്നരും. ചവച്ചരച്ചിട്ട് തുപ്പിക്കളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പുളിയുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. ഒരെണ്ണമായിട്ട് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് പറഞ്ഞ് മനസ്സിലാവില്ല. അപ്പോൾ തുപ്പിക്കളഞ്ഞ് വായിലൊന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും ആവില്ല. ഞാനിങ്ങനെ കാണിച്ചതും പറഞ്ഞ് കൊച്ചു കുട്ടികളൊന്നും അതെടുത്ത് തിന്നല്ലേ. അത് ഞാനിപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ ഗൈസ് ചായ കുടിക്കാം. ചായ കുടിച്ച് അമ്മ വിളിച്ചു ചായ കുടിക്കാൻ വരെ. അപ്പം അമ്മ ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു കുടിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ചായ കുടിച്ചു. ഇപ്പം റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കിയിട്ട് ഇപ്പിയൊക്കെ കഴിച്ചിട്ട് കാണാം. ഇന്നത്തെ ഡെയിലി ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് എത്ര മണിയായി നോക്കട്ടെ. വീഡിയോ തുടങ്ങിയത് 4 മണിക്കൊക്കെ ഉണ്ടാവും. 4:30. അപ്പം നമുക്ക് ഒരുപാട് സമയം വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ നാളെ രാവിലെ ബാക്കി പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രാവിലത്തെ വേറെ വീഡിയോ ഇട്ട് തരാം. ഓക്കെ, ബൈ. എന്തെടുത്തിട്ടുള്ളൂ. ലവ് യു ആൻഡ് ബൈ.